പ്രാവശ്യം നമ്മൾ 4 ആനയെ എഴുന്നള്ളിക്കാനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ 2 ആനയെ മാത്രമാണ് ഇവിടെ എഴുന്നള്ളിച്ചത്. ബലം വയ്ക്കാൻ വേണ്ടി തിരിക്കുന്ന സമയത്താണ് മുമ്പിലുണ്ടായിരുന്ന ഗോകുൽ എന്ന ആനയെ പീതാംബരൻ എന്ന ആന പെട്ടെന്ന് പ്രകോപമായിട്ട് ഇടിക്കുന്നത്. അവരുടെ ഏറ്റുമുട്ടൽ മുഴുവനായിട്ടും ഈ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വരികയും ആ ബിൽഡിങ്ങിനെ താങ്ങാൻ കഴിയാതെ ബിൽഡിംഗ് മറിഞ്ഞു വീഴാനുണ്ടായത്. ഈ കെട്ടിടത്തിൻ്റെ ബീം എന്ന് പറഞ്ഞാൽ ചെങ്കൽ കൊണ്ട് കെട്ടി നന്നായി കെട്ടിയ പുതിയ ബിൽഡിങ്ങാണത്. അത് മറിഞ്ഞു വീഴുന്നത്. കാരണം ആനയുടെ 2 ആനയുടെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയോ ഇവിടുന്ന് സംഭവിക്കുന്നുണ്ട്, ഓടിക്കുമെന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ ഓടുന്നുണ്ട്, ആന ഇങ്ങോട്ട് പോയിട്ട് വിൽക്കുന്നുണ്ട്. ആന നമ്മുടെ അടുത്ത് യാതൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഉത്സവാഘോഷം ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ കൊയിലാണ്ടി മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്നലെ വൈകുന്നേരം ഇവിടെയാണ് ആനയിടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടമായത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായ 2 ആനകളാണ്. ഗോകുലൻ അതുപോലെ തന്നെ പീതാംബരൻ എന്ന പേരായ 2 ആനകളെയായിരുന്നു ഇന്നലെ എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത്. ആനകൾ വൈകുന്നേരത്തെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനെ വലം വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുവേണ്ടി വലം വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഏകദേശം എൻ്റെ പിറകിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ച് ആനകളിൽ ഒന്ന് ഇടയുകയും തുടർന്ന് തൊട്ട് മുൻപിലുണ്ടായിരുന്ന ആനയെ കുത്തുകയും ചെയ്തത്. അതേ തുടർന്ന് 2 ആനകളും തമ്മിൽ കൊമ്പ് കോർക്കുകയും അതിന് തുടർന്ന് ആനകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി എൻ്റെ പിറകിൽ കാണുന്ന കെട്ടിടത്തിലേക്ക് ആനകൾ കയറുകയും അതിനകത്ത് ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേർ മരണപ്പെട്ടു. മരണപ്പെട്ടവരുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ നിരവധി ആളുകളാണ് പരിക്കേറ്റ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇന്നലെ ആന ഇടയുന്നതിന് കാരണമായി തീർന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം ആന ഇടയാനുണ്ടായ കാരണം എന്തായി? ഇന്നലെ വൈകിട്ട് ആണ് ആന ഇടഞ്ഞത്. ഒരു 6 മണി 6:15 ആയിട്ടുണ്ടാവും. ഈ വൈകുന്നേര സമയത്ത് നമുക്ക് തിടമ്പ് 2 ക്ഷേത്രത്തിൻ്റെ തിടമ്പ് ദേവീദേവന്മാരുടെ തിടമ്പ് ഏറ്റിക്കൊണ്ടാണ് താലപ്പൊലി മഹോത്സവത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള കുറുവാങ്ങാട് ശിവക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ പോകുന്നത്. അവിടുന്ന് തിരി തെളിയിച്ചു കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് താലപ്പൊലിയും മേളവും ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകും. നമുക്ക് ഇവിടെ ഒരു 6 ആനേനെ വരെ എഴുന്നള്ളിക്കാനുള്ള സ്പേസ് ഉണ്ട്. മുമ്പ് 6 ആനയെ വരെ എഴുന്നള്ളിച്ചതാണ്. ഈ പ്രാവശ്യം നമ്മൾ 4 ആനയെ എഴുന്നള്ളിക്കാനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ 2 ആനയെ മാത്രമാണ് ഇവിടെ എഴുന്നള്ളിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനയാണ്. പീതാംബരനും ഗോകുലനും എന്ന് പറഞ്ഞ 2 ആനയാണ് നമ്മൾ തിടമ്പേരി. നമ്മൾ ഗുരുവായൂർ ആനയെ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും അതിൻ്റെ ആനയുടെ ഫിറ്റ്നസ്സൊക്കെ കൃത്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ 2 ആനപ്പുറത്താണ് 2 തിടമ്പ് കയറ്റിയിട്ടുള്ളത്. കാരണം 2 തിടമ്പുള്ളതുകൊണ്ട് 2 ആന വേണമെന്നുള്ളതുകൊണ്ട്. മറ്റ് 2 പറ്റാനയെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു വിശാലമായ ഗ്രൗണ്ട് കാണാം. 1.5 ഏക്കർ വലിപ്പമുള്ള വിശാലമായ ഗ്രൗണ്ടാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ 2 പറ്റാനയെ കൂടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് അകലം നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഒരു 3 മീറ്റർ 4 മീറ്റർ കൃത്യമായിട്ട് ആനയുടെ അകലം പാലിച്ചിട്ടുണ്ട്. തടമ്പ് കയറ്റിക്കൊണ്ട് ആന ക്ഷേത്രത്തെ വലം വെച്ചിട്ടാണ് സാധാരണ പോവാറുള്ളത്. അങ്ങനെ തടമ്പ് കയറ്റി ആന അമ്പലത്തിൻ്റെ വലത്തോട്ട് വലം വയ്ക്കാൻ വേണ്ടി തിരിക്കുന്ന സമയത്താണ് മുമ്പിലുണ്ടായിരുന്ന ഗോകുൽ എന്ന ആനയെ പീതാംബരൻ എന്ന ആന പെട്ടെന്ന് പ്രകോപമായിട്ട് ഇടിക്കുന്നത്. ആ ഇടിയിൽ മറ്റേ ആന തിരിഞ്ഞ് ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുണ്ടായി. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്ത് ഒരു വലിയ അവരുടെ ഏറ്റുമുട്ടൽ മുഴുവനായിട്ടും ഈ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വരികയും ആ ബിൽഡിങ്ങിനെ താങ്ങാൻ കഴിയാതെ ബിൽഡിംഗ് മറിഞ്ഞു വീഴാനുണ്ടായിരുന്നു. ബിൽഡിങ്ങിൻ്റെ ആളുകൾ അവിടെ നമുക്ക് തിണ്ണയുണ്ട്. പരമ്പരാഗതമായിട്ട് വളരെ കാലം മുതലേ കുറേ ഭക്തജനങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ ഇഷ്ടപ്പെടുകയും അതിനോട് കമ്മിറ്റ്മെൻ്റുള്ള ആളുകൾ ഇരുന്ന് ക്ഷേത്ര ആചാരങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ആ തിണ്ണയിൽ നിറയെ ഭക്തജനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മേലേക്കാണ് ഈ ബീം, അതായത് ഈ കെട്ടിടത്തിൻ്റെ ബീം എന്ന് പറഞ്ഞാൽ ചെങ്കൽ കൊണ്ട് നന്നായി കെട്ടിയ പുതിയ ബിൽഡിങ്ങാണത്. അത് മറിഞ്ഞു വീഴുന്നത്. കാരണം ആനയുടെ 2 ആനയുടെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് വീഴുന്നത്. പെട്ടെന്ന് ഇത് വീണ സമയത്ത് ഒരു 3 പേര്, ഈ രാജേട്ടൻ, അമ്മമ്മ, ലീലാർത്തി എന്ന് പറയുന്ന 3 പേരുടെ മേലേക്കാണ് ഈ ബിൽഡിങ് വീഴുന്നത്. കുറേ ഓടൊക്കെ പൊട്ടി വീഴുമ്പോൾ കുറേ ആളുകൾക്ക് പരിക്കുണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നീട് ആന പ്രകോപനമായി ആനകൾ കോമ്പൗണ്ട് വിട്ട് ഓടിപ്പോകാനുണ്ടായത്. പിന്നീട് അപ്പം തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി. അപ്പോൾ ആ തിക്കിലും തിരക്കിലും, കാരണം ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ക്ഷേത്രമാണുള്ളത്. അപ്പോൾ ആ തിക്കിലും തിരക്കിലും ആണ് ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും പരിക്ക് പറ്റുന്നത്. പക്ഷെ നാട് മൊത്തം നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. 10-16 ആംബുലൻസ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുകയും ജനങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഓട്ടോറിക്ഷയും പിന്നെ കാറുമായിട്ട് ആളുകൾ പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തുകയും ഒരു വലിയൊരു മാസ് എങ്ങനെയാണ് നമുക്കത് വർണ്ണിക്കാൻ കഴിയില്ല. മൊത്തം ആളുകൾ നാട് മൊത്തം ഉണർന്നുകൊണ്ട് ക്ഷണനേരം കൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് 3 പേര് നമ്മൾ എന്നേക്കുമായി നമ്മൾ വിട്ടുപോയി എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് നമ്മൾ ക്ഷേത്ര പൂജാരികളൊക്കെ ആയിട്ട് ആലോചിച്ച് ഉത്സവം അവിടെ നിർത്തിവെച്ച് പിരിഞ്ഞു പോകണമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അടുത്ത് യാതൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഉത്സവാഘോഷം ഇൻഷൂർ ചെയ്തിട്ടുണ്ട്.
ജനങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇത് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായിട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള അകലം നമ്മൾ പാലിച്ചിട്ടുണ്ട്. 2 ആന മാത്രമാണ് ഇവിടെ നമ്മൾ എഴുന്നള്ളിച്ചിട്ടുള്ളത്. എല്ലാവിധ നമ്മൾ പാലിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് പടക്കം പൊട്ടിയതാണ് ആന ഇടാൻ കാരണം എന്നാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? പടക്കം പൊട്ടിയതാണ് കാരണം എന്ന് പറയുന്നതിൽ വസ്തുത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊരു നിരീക്ഷണം. കാരണം എന്താ പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനപ്പുറത്ത് നിങ്ങൾക്കറിയാം ഒരു വിശാലമായ ഒരു കുളമുണ്ട്. ഏതാണ്ട് 1 ഏക്കർ വലുപ്പത്തിലുള്ള ഒരു വലിയ വിശാലമായ കുളമുണ്ട്. ആ കുളം കഴിഞ്ഞിട്ട് ഒരു പറമ്പുണ്ട്. അതിനപ്പുറത്ത് വെച്ചിട്ടാണ് സാധാരണ മാലപ്പടക്കമാണ് പൊട്ടിയത്. അല്ലാതെ നമ്മൾ ഈ ഗുണ്ട്, കുഴിമിന്നി, അമിട്ട് തുടങ്ങിയ വലിയ ഉഗ്രസ്ഫോടനമുള്ള ഒന്നും പൊട്ടിയിട്ടില്ല. ഓരോ കോർണറിലെത്തുമ്പോഴും ഞങ്ങളുടെ ആഘോഷ പരപടി എത്തി എന്ന് അത് പരിസരവാസികളെ അറിയിക്കാൻ വേണ്ടി സാധാ മാലപ്പടക്കം മറുനാടൻ ചാനലിൽ പോയി നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അവിടെ മറ്റൊരു ഉഗ്രസ്ഫോടനത്തിൻ്റെ യാതൊന്നുമില്ല. സാധാരണ നമ്മുടെ വിഷുവിനൊക്കെ ഉപയോഗിക്കുന്ന നാട്ടുമ്പുറത്ത് ഉപയോഗിക്കുന്ന മാലപ്പടക്കം കുറച്ച് നീളമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പൊട്ടിയത്. അത് പൊട്ടിയത് കൃത്യമായി 100 മീറ്റർ അപ്പുറത്താണ്. കുളമുണ്ട്. അത് കഴിഞ്ഞ് ക്ഷേത്ര കോമ്പൗണ്ട് വേറെയുണ്ട്. അതും കഴിഞ്ഞ് അപ്പുറത്ത് വെച്ചിട്ടാണ്. അത് കൃത്യമായി കണക്കെടുത്തു. 100 മീറ്റർ അധികം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഫോറസ്റ്റിൻ്റെ ദീപ്തി മേളടക്കം CF ദീപ്തി മേളടക്കം വന്നിട്ടുള്ള കണക്കെടുത്ത് ഇപ്പം അങ്ങനെയാണ്. അതാണ് പൊട്ടുന്നത്. അതൊരു കാരണമല്ല ശരിക്കും. കാരണം അല്ലാതെയുള്ള ആനയ്ക്കുള്ള എന്തോ ഒരു വയലൻ്റ് നമുക്കറിയാത്ത സർട്ടിഫിക്കറ്റിന് അപ്പുറത്ത് കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ആനയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കണം. അതാണ് ഈ പീതാംബരം ആന പെട്ടെന്ന് ആവുകയാണ്. അങ്ങനെയാണ് ആ ഗൂഗിളിൽ നിന്ന് ആന ഇടിക്കുന്നത്. അപ്പോഴാണ് ഗൂഗിളിൽ നിന്ന് ആന തിരിഞ്ഞു കുത്തി അവർ കൊമ്പ് ഓർക്കുന്നത്. അതാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് പടക്കമാണ് എന്ന് പറയുന്നത് ശരിയല്ല. ശരിക്കും ആന എഴുന്നേൽക്കുന്നതിന് വേണ്ടി അതിലിങ്ങോട്ട് വരുന്നു. എഴുന്നേറ്റ് തങ്ങൾ ചിലമ്പും കയറ്റി ഇവിടെ വന്ന് ആന ഇവിടുന്ന് തിരിയാണ്. ഈ മുറ്റത്തേക്ക് തിരിയാണ് പെട്ടെന്ന്. പിന്നെ എന്തൊക്കെയോ ഇവിടുന്ന് സംഭവിക്കുന്നുണ്ട്. ഓടിക്കുമെന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ ഓടുന്നുണ്ട്. ആന ഇങ്ങോട്ട് പോയിട്ട് വികുന്നുണ്ട്. ഒരു ആന തിരിച്ച് 2ാമത് ആന നൂർന്ന്. എന്നാൽ ജനങ്ങളുടെ ആനയ്ക്ക് ഓടിയിട്ടില്ല. ആന നേരെ കുത്തനെ രണ്ടും കൂടി ഓടുക ചെയ്ത്. ഒരാളെ ആന തൊട്ടിട്ടില്ല. ആന ഞാൻ ശരിക്കാന നോക്കിക്കൊണ്ട് തന്നെയാണ് ഓടിയത്. മറ്റല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും. 3 പേർക്കാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. രാജൻ, ലീല, അമ്മു അമ്മ എന്നിങ്ങനെ 3 ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തൊക്കെയായാലും ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും വിഷമകരമായ കാര്യം? കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.